നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹൗ, വെൻ ആൻഡ് വേർ എന്നുള്ളതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കേട്ടിട്ട് ഇനി കണ്ടിന്യൂ ചെയ്യായിരിക്കും നന്നാവുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്കൊരു ആക്ടിവിറ്റി അവർ തരുന്നുണ്ട്. അപ്പോൾ ആക്ടിവിറ്റി നമ്മളോട് ചില സമയത്തൊക്കെ സ്കൂളിൽ നിന്ന് നമുക്ക് തനിയെ ചെയ്യാനായിട്ടാണ് നമ്മളുടെ അടുത്ത് പറയാറ്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ആ പിക്ചർ എന്താണെന്നും അതിനകത്ത് എന്താണ് പറയുന്നതെന്നുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് ആ പിക്ചറിനെ കുറിച്ച് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം നമ്മളത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആ ആക്ടിവിറ്റി ഒന്ന് നോക്കിക്കോളൂ. ലുക്ക് കെയർഫുള്ളി അറ്റ് ഫിഗർ 1 ആൻഡ് റൈറ്റ് എ പാരഗ്രാഫ് എക്സ്പ്ലെയിനിങ് ഹൗ ദിസ് ഇമേജ് പ്രോജക്ട്സ് ആൻഡ് ഇമ്പീരിയൽ പെർസെപ്ഷൻ. അതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഒരു പിക്ചർ നമുക്ക് അവിടെ കാണാനുണ്ട്. ആ പിക്ചർ നമ്മളോട് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ആ ഇമേജിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്, അതാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ പറയുന്നു ഇവിടെ, ബ്രാഹ്മണാസ് ഓഫറിംഗ് ദ ശാസ്ത്രാസ് ടു ബ്രിട്ടാനിയ ഫ്രോണ്ടിസ്പൈസ് ടു ദ ഫസ്റ്റ് മാപ്പ് പ്രൊഡ്യൂസ്ഡ് ബൈ ജെയിംസ് റെനൽ 1782. ബ്രാഹ്മണാസ് എന്താ ചെയ്യേണ്ടത്, അവിടെ വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് കുറച്ച് പേര് നിൽക്കുന്നുണ്ട് അല്ലേ. അവർ നിന്നിട്ട് അവരുടെ കയ്യിലുള്ള ബുക്സൊക്കെ അവർ പിന്നെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നു അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇന്ത്യയെക്കുറിച്ച് ഈച്ച് ആൻഡ് എവറിത്തിങ് അവർക്ക് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമാണ് അവരുടെ ആധിപത്യം നമ്മുടെ രാജ്യത്ത് സ്ഥാപിക്കാനായിട്ട് അവർക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അതിന് എന്ത് വേണം, അവർക്ക് ഇന്ത്യയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അവർക്കറിയണം അല്ലേ. അവർ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ്, ഫോറിനേഴ്സാണ് അവർ. അപ്പോൾ അവർക്ക് ഇന്ത്യയെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ അവരെന്താണ് ചെയ്യണതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, അതുപോലെ നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ ശേഖരിച്ചിട്ട് എന്താണ് ചെയ്തത്, ജെയിംസ് റെനൽ എന്നുള്ള ആൾ 1782 1782 അദ്ദേഹം ഒരു മാപ്പ് തയ്യാറാക്കുകയാണ് ഇന്ത്യയെക്കുറിച്ച്. അപ്പോൾ ഈ ജെയിംസ് റെനലിന് വളരെ താല്പര്യമാണ് ഈ മാപ്പ് തയ്യാറാക്കാനായിട്ട്. എന്തുകൊണ്ടാണ് മാപ്പ് തയ്യാറാക്കാനായിട്ട് അദ്ദേഹത്തിന് ഇത്രയും ഇഷ്ടം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെയും കൂടെ ആവശ്യമാണ് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിലെ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ ബ്രിട്ടീഷുകാരെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഇന്ത്യയെക്കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം വേണ്ടേ. അതിന് വേണ്ടിയിട്ട് ജെയിംസ് റെനൽ എന്നുള്ള ആൾ 1782 അദ്ദേഹം ഒരു മാപ്പ് തയ്യാറാക്കുകയാണ്. അത് ആരുടെ ആവശ്യപ്രകാരമാണ് നോക്കൂ, അതാണ് പിന്നത്തെ പാരഗ്രാഫിൽ പറയുന്നത്. റെനൽ വാസ് ആസ്ക്ഡ് ബൈ റോബർട്ട് ക്ലൈവ് ടു പ്രൊഡ്യൂസ് മാപ്സ് ഓഫ് ഹിന്ദുസ്ഥാൻ. ആൻ enthusiastic supporter of British conquest of India, Rennell saw preparation of maps as essential to the process of domination. The picture here tries to suggest that Indians willingly gave over their ancient texts to Britannia, the symbol of British power, as if asking her to become the protector of Indian culture. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, റെനലിൻ്റെ അടുത്ത് നമ്മുടെ റോബർട്ട് ക്ലൈവ് ആണ് പറയുന്നത്, ഇന്ത്യയെക്കുറിച്ച് ഒരു മാപ്പ് തയ്യാറാക്കണം. അങ്ങനെ മാപ്പ് തയ്യാറാക്കിയ ഹിന്ദുസ്ഥാനെക്കുറിച്ച് ഒരു മാപ്പ് തയ്യാറാക്കിയാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച കാര്യം നമുക്ക് ഇന്ത്യയിൽ നടപ്പാക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ റെനൽ എന്താണ്, വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു സപ്പോർട്ടറാണ് ബ്രിട്ടീഷ് കോൺക്വസ്റ്റ് ഓഫ് ഇന്ത്യ ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുന്നതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ജെയിംസ് റെനൽ. അപ്പോൾ റെനൽ സൂ ദ പ്രിപ്പറേഷൻ ഓഫ് മാപ്പ് ആസ് എസെൻഷ്യൽ ടു ദ പ്രോസസ് ഓഫ് ഡോമിനേഷൻ. പിന്നെ നമ്മുടെ ജെയിംസ് റെനലിന് പെട്ടെന്ന് മനസ്സിലായി എന്തിനാണ് ഇത് എന്നുള്ളത്. അദ്ദേഹത്തിന് അറിയായിരുന്നു ഇന്ത്യയുടെ മുക്കും മൂലയും അരിച്ചു പറക്കിയിട്ടുള്ള ഒരു മാപ്പ് തയ്യാറാക്കിയാൽ മാത്രമാണ് ബ്രിട്ടീഷുകാർക്ക് ഇവിടെ വന്നിട്ട് അവരുടെ ഡോമിനേഷൻ, അവരുടെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ബ്രാഹ്മണാസിൻ്റെ കയ്യിൽ നിന്ന് എല്ലാ ശാസ്ത്രങ്ങളും അല്ലെങ്കിൽ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല ഹിസ്റ്ററിയും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. വളരെ പൊളൈറ്റായിട്ടാണ് നിന്ന് കൊടുക്കുന്നത് അല്ലേ. എന്നിട്ട് പിന്നെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ പിക്ചർ ഹിയർ ട്രൈസ് ടു സജസ്റ്റ് ദ ഇന്ത്യൻസ് വില്ലിംഗ്ലി ഗേവ് ഓവർ ദെയർ ആൻഷ്യൻ ടെക്സ്റ്റ് ടു ബ്രിട്ടാനിയ. നമ്മുടെ ഇന്ത്യക്കാർ വില്ലിംഗ് ആവുകയാണ്, അവർക്ക് തയ്യാറാവാതെ വേറെ യാതൊരു മാർഗ്ഗവുമില്ല. അവരുടെ കയ്യിലുള്ള അറിവുകളെല്ലാം അല്ലെങ്കിൽ ശാസ്ത്രങ്ങളെല്ലാം ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാനായിട്ട് അവർ തയ്യാറാവുകയാണ്. ഇവിടെ ദ സിംബൽ ഓഫ് ബ്രിട്ടീഷ് പവർ ആസ് ഇഫ് ആസ്കിങ് ഹർ ടു ബിക്കം ദ പ്രൊട്ടക്ടർ ഓഫ് ഇന്ത്യൻ കൾച്ചർ. എന്നിട്ട് നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്യണത് എന്താണ്, ഇന്ത്യൻ കൾച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവണം, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊണ്ടുവന്ന് തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പൊളൈറ്റായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ഈ ആക്ടിവിറ്റിയിൽ പറയുന്നതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുക എന്നുള്ളത് ടീച്ചർ ഇതിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ മക്കൾക്ക് അതിൻ്റെ ആക്ടിവിറ്റി സ്കൂളിലേക്ക് എഴുതേണ്ടി വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ.
ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. All such historical questions refer us back to notions of time, but time does not have to be always precisely dated in the terms of a particular year or month. Sometimes it is actually incorrect to fix precise dates to process that happen over a period of time. People in India didn't begin drinking tea on fine day. One fine day. They developed a taste for it over time. There can be no one clear date for a process such as this. ഇത് ഈ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മൾ ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു പീരീഡത്തെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് കുറേ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിൽ കൊണ്ടുവന്ന് വയ്ക്കും. പക്ഷേ ആ ഡേറ്റുകളൊക്കെ എത്രത്തോളം കൃത്യമാണെന്ന് നമുക്കറിയില്ല. എത്രത്തോളം കൃത്യമായിട്ടുള്ള ഡേറ്റുകളാണ് ഓരോ ഈവൻറ്റും സംഭവിച്ചത് എപ്പോഴാണ്, അല്ലെങ്കിൽ ഏത് സമയത്തായിരുന്നു, ഏത് ഇയറിലായിരുന്നു, ഏത് മാസമായിരുന്നു, ഇതൊന്നും നമുക്ക് അത്ര അങ്ങോട്ട് ക്ലിയർ ആയിട്ട് നമുക്കത് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എല്ലാ കാര്യങ്ങളുടെ അല്ല പറയുന്നത്, ചില സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതാ ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് തരുന്നുണ്ട്. എന്ന് തൊട്ടാണ് ഇന്ത്യയിലെ ആളുകൾ ചായ കുടിക്കാൻ തുടങ്ങിയത്? നമുക്കറിയില്ല അല്ലെ. എന്ന് തൊട്ടാ തുടങ്ങിയത്? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാവരും ഇന്ന് രാവിലെ മുതൽ നമുക്ക് എല്ലാവർക്കും ചായ കുടിച്ചു തുടങ്ങാം അങ്ങനെ തീരുമാനിച്ചതാണോ? ഒരിക്കലും അല്ല. അവരെന്താണ് ചെയ്തിട്ടുണ്ടായിരിക്കുക? അവരെങ്ങനെ പതുക്കെ ആ ടേസ്റ്റ് അറിഞ്ഞ് വന്ന് പിന്നെ അത് രാജ്യം മുഴുവനും അങ്ങനെ ഒരു ഡ്രിങ്കിനെ കുറിച്ച് അങ്ങോട്ട് സ്പ്രെഡ് ആവുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ അവര് എന്നായിരിക്കും അത് തുടങ്ങിയിട്ടുണ്ടായിരിക്കുക? നമുക്ക് അറിഞ്ഞൂടാ എന്നാണ് തുടങ്ങിയിട്ടുള്ളത് എന്ന്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു ചില സംഭവങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു ഡേറ്റോ അല്ലെങ്കിൽ ഒരു ഇയറോ ഒന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ. There can be no one clear date for a process such as this. Similarly, we can't fix one single date on which British rule was established. നമുക്ക് ഉറപ്പുണ്ടോ ഏത് സമയത്താണ് അല്ലെങ്കിൽ ഏത് ദിവസം ഇന്ന സമയത്ത് ഇന്ന ഷിപ്പില് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം പിടിച്ചടക്കാൻ വന്നു? അങ്ങനെയൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഒരു ഊഹിച്ചൊരു ഡേറ്റ് ആണ് നമ്മൾ പറയുന്നത്. ഇന്ന ഇയറിൽ അവർ വന്നു. ഏതാ ഡേറ്റ് അറിയില്ല നമുക്ക്. എന്ന് തൊട്ടാണ് അവർ നമ്മുടെ നാട്ടിൽ ഓർ ദ നാഷണൽ മൂവ്മെന്റ് സ്റ്റാർട്ടഡ്, എന്നാ നമ്മുടെ നാട്ടിൽ നാഷണൽ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് അത് നമുക്ക് അറിഞ്ഞൂടാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രിട്ടീഷുകാരുടെ ദുരിതം നമുക്ക് ഒട്ടും സഹിക്കാൻ വയ്യാതെ അവര് നമ്മളെ വല്ലാതെ എക്സ്പ്ലോയിറ്റ് ചെയ്യായിരുന്നു അല്ലെ. എന്താ എക്സ്പ്ലോയിറ്റ് എന്ന് വെച്ചാൽ ചൂഷണം ചെയ്യാം. അവര് നമ്മളെ വല്ലാതെ അങ്ങനെ ഹേർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ചെറിയ സമരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്നാ തുടങ്ങിയത് അത് നമുക്കറിയില്ല. അത് വലിയൊരു പ്രസ്ഥാനമായപ്പോഴാണ്, അല്ലെങ്കിൽ വലിയൊരു മൂവ്മെന്റ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു മൂവ്മെന്റ് ആയപ്പോഴാണ് നമ്മൾ അതിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയത്. or changes took place within the economy and society. നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലൊക്കെ എന്നാണ് മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത് നമുക്കറിയില്ല. അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഡേറ്റ് ഒന്നും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളത്. All these things happen over a stretch of time. Okay, we can only refer to a span of time, an approximate period over which particular changes became visible. എപ്പോഴാണോ നമുക്കൊരു പെർട്ടിക്കുലർ ചേഞ്ച് നമുക്ക് കാണാൻ തുടങ്ങിയത്, നമുക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്, അന്ന് തൊട്ടാണ് നമ്മൾ അത് രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം ശരിക്കും പറഞ്ഞാല്. അല്ലാതെ ഇപ്പൊ നമ്മൾ ഈ ചായയുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെ അത് ഇന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്തു അങ്ങനെയൊന്നും നമ്മൾ എവിടെയും അടയാളപ്പെടുത്തി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിയൻസും അത് രേഖപ്പെടുത്തിയിട്ടില്ല. ഇനിയിപ്പോ ബ്രിട്ടീഷുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അവരുടെ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അവരുടെ കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അവരുടെ വൈസ് ചാൻസലർ എന്നാണ് വന്നത്, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ജനിച്ചത് എവിടെയാണ്, അല്ലാതെ നമ്മളെ കുറിച്ച് അതിനകത്ത് യാതൊന്നും പറയണില്ല ഇന്ത്യക്കാരെ കുറിച്ച്. ഓക്കെ. ഇനി പിന്നത്തെ ഒരു സെന്റൻസ് പാരഗ്രാഫിൽ പറയുന്നത് why then do we continue to associate history with a string of date? അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ശരിക്കും. ആ പാരഗ്രാഫിൽ നമ്മളോട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. കാരണം എന്താ നോക്കി നോക്കൂ, why എന്തുകൊണ്ട്, അല്ലെങ്കിൽ then do we continue to associate history with a string of date? ഒരു string of date, string എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ, ഒരു ചരട്, ഒരു ഡേറ്റുകളുടെ ഒരു എന്താ പറയാ, ഒരു മാല പോലെ ഇങ്ങനെ ഡേറ്റുകൾ വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഹിസ്റ്ററിനെ കുറെ ഡേറ്റുകളായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്? എന്താ അതിന്റെ ആവശ്യം? ആൻസർ ഇവിടെ പറയുന്നു. ദിസ് അസോസിയേഷൻ ഹാസ് എ റീസൺ. ഇങ്ങനെ ബന്ധപ്പെടുത്തുന്നതിനെ, അസോസിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കണക്ട് ചെയ്യുക, ബന്ധപ്പെടുത്താം, അതിന് ഒരു കാരണമുണ്ട്. എന്താ കാരണം എന്നറിയോ? There was a time when history was an account of battles and big events.
ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെയാണ് ചരിത്രം എന്ന് പറയുക? പണ്ട് നടന്ന കാര്യങ്ങളെയാണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലേ? അപ്പൊ ഈ പണ്ട് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? കുറേ യുദ്ധങ്ങൾ ഉണ്ടായിരിക്കാം അതില്, പിന്നെ കുറേ രാജാക്കന്മാർ നമ്മുടെ അവിടെ രാജ്യം ഭരിക്കാൻ വന്നിട്ടുണ്ടായിരിക്കാം, അവരുടെ മാരീഡ്, അതുപോലെ അവര് എന്നാണ് അവരുടെ മകൻ ജനിച്ചത്, അവരുടെ മകൻ എന്നാണ് പിന്നെ അടുത്ത രാജാവായത്, പിന്നെ ഒരുപാട് ഈവൻസ് ഇതിനകത്ത് പറയുന്നുണ്ട് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത്. അപ്പൊ അതൊക്കെ നമുക്ക് എന്നാണ് നമുക്കൊരു അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള കണക്കെങ്കിലും നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഈ ഡേറ്റുകളൊക്കെ ആയിട്ട് ഹിസ്റ്ററിയെ നമ്മൾ കണക്ട് ചെയ്യണം, എന്നാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇറ്റ് വാസ് അബൌട്ട് റൂളേഴ്സ് ആൻഡ് ദെയർ പോളിസീസ്. പിന്നെ ഏതൊക്കെ രാജാക്കന്മാരാണ് രാജ്യം ഭരിച്ചിരുന്നത്? നമ്മൾ പറയൂലേ, ഇന്ന നൂറ്റാണ്ട് തൊട്ട് ഇന്ന നൂറ്റാണ്ട് വരെ ഈ രാജാവായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെയാണ് രാജ്യം ഭരിച്ചിരുന്നത്, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കാലശേഷം വന്നത് ഇന്ന ആളാണ്, അദ്ദേഹം ഈ പീരീഡ് തൊട്ട് ഈ പീരീഡ് വരെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താണ് അവിടെ ഒരു സ്ട്രെസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് പറയണത്? നമ്മൾ അവിടെ ഇയർ ആണ് കണക്ട് ചെയ്യണത്. അങ്ങനെയാണ് നമ്മൾ കുറെ ഇയറുകളും ഡേറ്റുകളും ഒക്കെ ആയിട്ട് നമ്മൾ ഹിസ്റ്ററിനെ കണക്ട് ചെയ്യേണ്ടി വരുന്നത്. ഇതിന്റെ ക്വസ്റ്റ്യൻ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഈ പാരഗ്രാഫിൽ നിന്ന് ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കഴിയുന്നത് ടീച്ചർ ഓരോ പാരഗ്രാഫും നോക്കിയിട്ട് അതിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മക്കൾക്ക് അതിനകത്ത് ഇട്ട് തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ എഴുതിയെടുത്തോളൂ. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇത് വീണ്ടും ഇങ്ങനെ ഇരുന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നിങ്ങൾ സ്വയം ക്വസ്റ്റ്യൻ ഒന്നും കണ്ടുപിടിക്കേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ the year he had a child, the year he fought a particular war, the year he died, and then the year the next ruler succeeded to the throne. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലെ, ഓരോ രാജാവും ഏത് യുദ്ധത്തിൽ ഏത് വർഷമാണ് പങ്കെടുത്തത്, അദ്ദേഹത്തിന്റെ മകൻ എന്നാ ജനിച്ചത്, ആ മകൻ എന്നാണ് രാജാവായത്, അദ്ദേഹം എന്നാണ് മരിച്ചത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ത്രൂ ഇയർ അല്ലെങ്കിൽ ഡേറ്റിലൂടെയാണ് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത്. Okay. For events such as these, specific dates can be determined, and in histories such as these, debates about dates continue to be important. ഇപ്പോഴും ചില കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡേറ്റുകളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഒരു വിഭാഗം ഹിസ്റ്റോറിയൻസ് പറയും, ആ ഡേറ്റിലല്ല വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഡേറ്റിലല്ല ആ രാജാവ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഡിബേറ്റുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് കുറച്ച് ഡേറ്റുകൾ നമുക്ക് ഇങ്ങനെ തരുന്നുണ്ട്. അതാണ് നമ്മൾ ഈ പാരഗ്രാഫിൽ ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഡേറ്റിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഡേറ്റ് എങ്ങനെയാണ് ഹിസ്റ്ററിയുമായിട്ട് കണക്റ്റഡ് ആവണത് എന്നുള്ളതാണ് നമ്മൾ ഈ പാരഗ്രാഫിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ പറഞ്ഞിട്ടുള്ള പേജിന്റെ ലെഫ്റ്റ് സൈഡിൽ മക്കൾക്ക് കാണാൻ പറ്റും ഒരു ഫിഗർ 2 കൊടുത്തിട്ടുണ്ട് അല്ലെ. അഡ്വർടൈസ്മെന്റ് ഹെൽപ്പ് ക്രിയേറ്റ് ടേസ്റ്റ്, അതാണ് ആ അഡ്വർടൈസ്മെന്റ്. നോക്കൂ, അതിന്റെ മുകളിൽ എഴുതിയിട്ടുള്ള ലിപ്ടൺ എന്നുള്ള പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ചായയുടെ ഒക്കെ പേരാണത്, ലിപ്ടൺ ടീ. അപ്പൊ ഇതാ അതിനകത്ത് പറയണത് നോക്കൂ, old advertisement help us understand how markets for new products were created and new tastes were popularized. ഈ പഴയ അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് ഒരു പുതിയ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ മാർക്കറ്റൊക്കെ പിടിച്ചടക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ ടേസ്റ്റ് ആളുകൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ് കേട്ടോ ഇത്. പിന്നെ പറയുന്നു, this 1922 advertisement for Lipton tea suggests that royalty all over the world is associated with this tea. In the background you see the outer wall of an Indian palace. നിങ്ങൾക്ക് ആ പിക്ചർ നോക്കുമ്പോൾ കാണാം ഒരു നല്ല ഭംഗിയുള്ള ഒരു വാള് കാണാനുണ്ട് അല്ലെ. അതൊരു ഇന്ത്യൻ പാലസിന്റെ, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു കൊട്ടാരത്തിന്റെ ഔട്ടർ വാളാണ് നമ്മൾ ആ കാണുന്നത്. അതിന്റെ ഫ്രണ്ടിൽ ഇതാ ഒരു കുതിരയുടെ മുകളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്നു, ദ ഔട്ടർ വാൾ ഓഫ് ആൻ ഇന്ത്യൻ പാലസ് വൈൽ ഇൻ ദ ഫോർഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിന്റെ മുറ്റത്ത് അല്ലെ ആ വാളിന്റെ ഫ്രണ്ടിലായിട്ട് സീറ്റഡ് ഓൺ ഹോഴ്സ് ബാക്ക് ഇസ് ദ തേർഡ് സൺ ഓഫ് ക്വീൻ വിക്ടോറിയ ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടനിലെ പിന്നെ രാജ്ഞിയായിട്ടുള്ള ക്വീൻ വിക്ടോറിയ, അവരുടെ മൂന്നാമത്തെ മകനാണ് ആ പരസ്യത്തിൽ വന്നിട്ടുള്ളത്. കുതിരയുടെ മുകളിൽ ഇരിക്കുന്നുണ്ട്. പ്രിൻസ് ആർതർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ പണ്ടത്തെ ഒക്കെ പരസ്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതിന്റെ താഴെ എഴുതിയത് നമുക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും വലിയൊരു കുഴപ്പമില്ലാത്ത പോലെ നമുക്ക് ആ പിക്ചറിന്റെ അത് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ക്ലിയർ ആയിട്ട് അതിന്റെ വോളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഇനി അടുത്ത ടോപ്പിക് നമുക്കുള്ളത് വിച്ച് ഡേറ്റ്സ് എന്നാണ്. ഏതൊക്കെ ഡേറ്റുകളാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. By what criteria do we choose a set of dates as important? The dates we select, the dates around which we compose our story of the past, are not important on their own.
ബൈ വാട്ട് ക്രൈറ്റീരിയ? ക്രൈറ്റീരിയ മീൻസ് ഒരു മാനദണ്ഡം അല്ലെങ്കിൽ അളവ്, ഇതിനെയാണ് നമ്മൾ ക്രൈറ്റീരിയ പറയാം. അപ്പൊ എന്താണ് നമ്മൾ കുറെ ഡേറ്റുകൾ എടുത്തിട്ട് ഈ ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇതൊക്കെ നിങ്ങൾ നന്നായി പഠിക്കേണ്ടതാണെന്ന് പറയാനായിട്ട് എടുക്കുന്ന ഒരു അളവ് പോലെ എന്താണ്, അല്ലെങ്കിൽ എന്ത് ബേസിലാണ് നമ്മൾ ആ ഡേറ്റുകൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്, അതാണ് നമ്മളോട് ചോദിക്കുന്നത്. They become vital because we focus on a particular set of events as important. കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും, അതിനൊക്കെ ഓരോ ഡേറ്റുകൾ ഉണ്ടായിരിക്കും, ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ ചില കാര്യങ്ങളാണ് നമ്മൾ അതൊന്ന് എടുത്തിട്ട് പറയണത്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഈ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? ആ ഇയറിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ഡേറ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ വർഷം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയർ ആണ്, അല്ലെങ്കിൽ ഈ ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ് എന്നൊക്കെ പറയുന്നത് നമ്മൾ അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കുറേ സമരങ്ങൾ, കുഞ്ഞു കുഞ്ഞു സമരങ്ങളൊക്കെ നടന്നു, പക്ഷെ നമ്മൾ അതിനെയൊന്നും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമരങ്ങളാണെന്ന് പറയണില്ല. നമ്മൾ ഇതിനൊക്കെയാ പറയുന്നത് ക്വിറ്റ് ഇന്ത്യ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഈവന്റ് ആണ് അല്ലെ, സമരമായിരുന്നു, മൂവ്മെന്റ് ആയിരുന്നു. അതേപോലെ നമുക്ക് ജാലിയൻ വാലാബാഗ്, അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അതിനു മുമ്പും കുറേ ബ്രിട്ടീഷുകാർ ഇങ്ങനെ ആളുകൾ കൂട്ടം കൂടിയിരിക്കുന്ന സമയത്തൊക്കെ കുറേ അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയണില്ല. അപ്പോൾ എപ്പോഴാണ് ഈ ഡേറ്റുകൾ ഇമ്പോർട്ടന്റ് ആവുന്നത് എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രത്യേക സംഭവങ്ങൾ നടക്കുകയാണ് അവിടെ, ആ സംഭവങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടന്റ്. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡേറ്റുകൾ നമുക്ക് ഇമ്പോർട്ടന്റ് ഡേറ്റുകൾ ആവുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇവിടെ പറയുന്നത്, if our focus of study changes, if we begin to look at new issues, a new set of dates will appear significant. അല്ലെ, നോക്കിയോക്കൂ, നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോഴാണ് അതിൽ കഴിഞ്ഞു പോയ കുറേ കാര്യങ്ങൾ അത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ അതുമായിട്ടുള്ള ഡേറ്റുകൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ ഹിസ്റ്ററി അല്ല പഠിക്കുന്നത് വിചാരിക്കും, നമ്മൾ പുതിയ കാര്യങ്ങളാണ് പഠിക്കുന്നത് വിചാരിക്കും. അപ്പൊ നമുക്ക് എന്തായിരിക്കും ഇമ്പോർട്ടന്റ്? പുതിയ ഡേറ്റുകളായിരിക്കും നമുക്ക് ഇമ്പോർട്ടന്റ്. ഓക്കെ, പിന്നെ പറയുന്നു, കൺസിഡർ ആൻ എക്സാമ്പിൾ ഇൻ ദ ഹിസ്റ്ററീസ് റിട്ടൺ ബൈ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ഇൻ ഇന്ത്യ. ദ റൂൾ ഓഫ് ഈച്ച് ഗവർണർ ജനറൽ വാസ് ഇമ്പോർട്ടന്റ്. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ്, ബ്രിട്ടീഷ് ചരിത്രകാരന്മാര് ഇന്ത്യയുടെ ഹിസ്റ്ററി എഴുതുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്ററി എഴുതുമ്പോൾ എന്തിനായിരിക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക? The rule of each governor general was important. അല്ലെ, അവരുടെ ഗവർണർ ജനറലിന്റെ ഭരണം, അല്ലെങ്കിൽ അദ്ദേഹം എന്നാണ് അധികാരത്തിൽ വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അവർ ഇമ്പോർട്ടന്റ് കൊടുക്കുക. സോ these histories began with the rule of the first governor general Warren Hastings and ended with the last viceroy Lord Mountbatten. അപ്പോൾ നോക്കി നോക്കൂ, അവരുടെ ഹിസ്റ്ററിയിൽ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് എന്താണ്? അവിടെ ആദ്യത്തെ അവരുടെ ഗവർണർ ജനറൽ, അദ്ദേഹം എന്നാണ് അധികാരത്തിൽ വന്നത്, അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളുടെ ഇയർ എന്താണ്, അത് കഴിഞ്ഞിട്ട് അവിടെ ലാസ്റ്റ് വൈസ്രോയ് ആരായിരുന്നു? മൗണ്ട് ബാറ്റൻ, നമുക്കറിയാം അല്ലെ, മൗണ്ട് ബാറ്റൻ പ്രഭു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹമായിരുന്നു ലാസ്റ്റ് വൈസ്രോയ്. അങ്ങനെയുള്ള അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവരുടെ ഡേറ്റുകൾ ഇമ്പോർട്ടന്റ് ഡേറ്റുകളാന്ന് പറയുന്നത്. പക്ഷേ ഇൻ സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് വി റീഡ് അബൌട്ട് ദ deeds of others. അപ്പൊ നമ്മൾ ഹിസ്റ്ററി എഴുതുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് എങ്ങനെയായിരിക്കും ഡേറ്റുകൾ എഴുതുണ്ടായിരിക്കുക? അവരെപ്പോഴും എന്തായിരിക്കും പറയുണ്ടാവുക? അവര് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന കാര്യങ്ങൾക്കായിരിക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുക. എന്നാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നത്, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എന്നാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത്, എന്നാണ് നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത്, എന്നാണ് ഫസ്റ്റ് അവരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നത്, എന്നാണ് നെഹ്റുവായിട്ടുള്ള ഫസ്റ്റ് മീറ്റിംഗ് എന്നായിരുന്നു, എവിടെ വെച്ചിട്ടായിരുന്നു? കണ്ടോ, അപ്പൊ ഓരോ രാജ്യവും അവരുടെ ഹിസ്റ്റോറിയൻസ് രേഖപ്പെടുത്തുന്നത് സെപ്പറേറ്റ് ഡേറ്റുകളായിരിക്കും. അതാണ് നമ്മളോട് ആ പേജിൽ നമ്മളോട് പറയുന്നത്. ഇനി പറയുന്നു, കുറെ ആളുകളുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാം. In separate chapters, we read about the deeds of others. Hastings, Wellesley, Bentinck, Dalhousie, അങ്ങനെ ഒരുപാട് പേര് നമ്മൾ കാണുന്നുണ്ട്. It was a seemingly never-ending succession of governor generals and viceroys. All the dates in these history books were linked to these personalities, to their activities, policies, achievements. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ബ്രിട്ടീഷുകാരുടെ ഒക്കെ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് അവര് നമ്മളെ കുറിച്ച് എഴുതിയിട്ടുള്ള കാര്യങ്ങളിൽ ഇതായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക. It was as if there was nothing outside their lives that was important for us to know. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. നമുക്ക് അവർ വന്നത് എന്നാന്ന് അറിയണം, അവരുടെ ഭരണം എപ്പോഴായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയണം, പക്ഷെ ബാക്കി കാര്യങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയേണ്ടതല്ല. The chronology of their lives mark the different chapters of the history of British India. Can we not write about the history of this period in a different way? How do we focus on the activities of different groups and classes in Indian society within the format of this history of Governor General?
അവിടെയാണ് നമ്മളിപ്പോൾ തൽക്കാലം നിർത്തുന്നത്. അപ്പോൾ നമുക്ക് പറയാനായിട്ട് നമ്മളിപ്പോൾ ഒരു പുതിയ ഹിസ്റ്ററി ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കും. ക്യാൻ വി നോട്ട് റൈറ്റ് അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് ദിസ് പീരീഡ് ഇൻ എ ഡിഫറെന്റ് വേ? ഒരു ഡിഫറെന്റ് സ്റ്റൈലിൽ നമുക്കത് എങ്ങനെയാണ് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ എഴുതാനായിട്ട് സാധിക്കുക? നമുക്ക് പറ്റുമോ അങ്ങനെയൊക്കെ എഴുതാനായിട്ട്? ഹൗ ഡു വി ഫോക്കസ് ഓൺ ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ്? നമ്മൾ എങ്ങനെയാണ് അതിനെ ഫോക്കസ് ചെയ്യുക? എന്തിനെ? ആ ആക്ടിവിറ്റീസിനെ. ആരുടെ? ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആൻഡ് ക്ലാസസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള ഡിഫറെന്റ് ഗ്രൂപ്പ്സിന്റെ ക്ലാസസിന്റെ അവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുക? വിത്തിൻ ദ ഫോർമാറ്റ് ഓഫ് ദിസ് ഹിസ്റ്ററി ഓഫ് ഗവർണർ ജനറൽ. ഒരുപാട് ഗവർണർ ജനറൽമാരെ നമുക്ക് ഉണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ കാലഘട്ടങ്ങളെ വെച്ചിട്ട് അവരുടെ ഓരോ പ്രവർത്തനങ്ങളെയും നമ്മൾ മുൻനിർത്തിയിട്ട് നമ്മളതൊക്കെ എങ്ങനെയായിരിക്കും ഒരു ഹിസ്റ്ററി രൂപത്തിലാക്കണ്ടായിരിക്കുക? അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. കാരണം റിപ്പീറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അവിടെ ഒന്നും നമുക്ക് കാര്യമായിട്ട് യാതൊന്നും പഠിക്കാനില്ല. ഒരു ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് അവിടെ നിന്ന് വരുന്നില്ല. ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സോ ഒന്നും നമുക്ക് അവിടെ ഇല്ല. ഓക്കെ, അപ്പൊ അടുത്തത് തൊട്ട് ടീച്ചർ ക്വസ്റ്റ്യൻസ് ആക്കിയിട്ട് ഇട്ടുതരാം. ഇപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം.